Hi friends, we will പരിചയപ്പെടാൻ ഒരു വയർ ട്രാക്കർ അല്ലെങ്കിൽ വയർ ട്രേസർ എന്നൊക്കെ പറയുന്ന ഈ ഒരു ഡിവൈസ് ആണ്. ഇത് നെറ്റ്വർക്കിംഗുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഇത് അറിയാതിരിക്കാം. അറിയാത്ത നെറ്റ്വർക്കിംഗിലെ ബിഗിനേഴ്സിന് നെറ്റ്വർക്കിംഗ് മാത്രമല്ല, ഇത് CCTV ആയാലും കമ്പ്യൂട്ടർ ആയാലൊക്കെ, കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ ആയാലും CCTV ടെക്നീഷ്യൻ ആയാലും അവർക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു ഡിവൈസാണ് ഈ ഒരു വയർ ട്രാക്കർ അല്ലെങ്കിൽ ഒരു വയർ ട്രേസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്നും ഇതെങ്ങനെ ഓൺലൈനിൽ വളരെ അധികം കാശൊന്നുമില്ല, നമുക്ക് മേടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. നോർമലി നമ്മൾ ഈ എത്തർനെറ്റ് കേബിൾ, ഇതുപോലത്തെ കേബിൾ നമ്മൾ ഉപയോഗിക്കും. അതിപ്പോൾ NVR-നായാലും ശരി, നമ്മുടെ നെറ്റ്വർക്കിംഗ് ചെയ്യാനായിട്ടാണെങ്കിലും ഇത്തരം കേബിളുകൾ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഈ കേബിളുകൾ ഉപയോഗിക്കുമ്പോൾ ഇതിപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു 4 കേബിളായിട്ട് ഞാനിത് കാണിച്ചു തരുന്നതാണ്. ഇതിപ്പോൾ ഒരു ജസ്റ്റ് ഒരു 4 ബാച്ച് കോഡാണ് ഞാൻ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊരു ഒരു ലെങ്ത്തിലുള്ള 4 കേബിളാണെന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ഇത് കണക്ടിവിറ്റി വന്നേക്കുന്നത്, അപ്പോൾ നമ്മുടെ റാക്കിൽ വന്ന് കയറിയേക്കുന്ന ആ ഒരു ഭാഗം, ഇപ്പോൾ ഈ ഒരു ഭാഗം റാക്കിൽ വന്ന് കയറിയിരിക്കുന്നു. അടുത്ത ഒരു ഭാഗം ഈ വന്നിട്ട് ഇത് നമ്മുടെ വേണമെങ്കിൽ ഒരു ഫസ്റ്റ് ഫ്ലോറിലോട്ടോ സെക്കൻഡ് ഫ്ലോറിലോട്ടോ ഒരു ബിൽഡിങ്ങുള്ള ബിൽഡിംഗ് അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലാണ് ഇതിൻ്റെ ടെർമിനേഷൻ വന്നേക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു 4 ഒരുമിച്ച് അവിടെ വയറൊന്ന് കിടപ്പുണ്ട്, പക്ഷേ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് നമുക്ക് ഈ ഒരു റാക്കിൽ വന്നേക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു വയർ, ഈ ഒരു വയറായിരിക്കണം നമുക്ക് ഇതിൻ്റെ അറ്റത്ത് എൻഡിൽ, അതായത് മുകളിലാണെങ്കിൽ അവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇതിനകത്തൊരു വയറായിരിക്കും. അപ്പോൾ ഈ വയറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ ഒരു വയറായിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്, നോർമലി ഇപ്പോൾ വയർ ട്രാക്കറോ വയർ ട്രേസർ ഉപയോഗിക്കാതെ ആണെങ്കിൽ നമ്മൾ അവർ കണ്ടുപിടിക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ടെസ്റ്റർ, ലാൻഡ് ടെസ്റ്റർ ഉപയോഗിക്കും. ലാൻഡ് ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്യുക. അതിൻ്റെ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു കണ്ടുപിടിക്കണതിൻ്റെ ആ ഒരു ഭാഗം ഇവിടെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമ്മളത് ട്രാക്ക് ചെയ്ത് ഇപ്പുറത്തുള്ള എല്ലാത്തിലും കുത്തി നോക്കും. എല്ലാത്തിലും കുത്തിയിട്ട് ഇപ്പോൾ ഏതിലാണോ ആ ഒരു ലൈറ്റ് തെളിയുന്നത്, അപ്പോൾ നമുക്ക് അത് മനസ്സിലാവും. ആ ട്രാക്ക് ചെയ്തിട്ട് ഇപ്പോൾ എവിടെയാകത്താണ് കണക്ടിവിറ്റി ഉള്ളതെന്നുള്ളത് നമുക്ക് അപ്പുറത്ത് ആ എൻഡിൽ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് വയറിലാണ് ആ കണക്ടിവിറ്റി ഉള്ളതെന്ന്. നോർമലി അങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഏതിനകത്താണോ അതിനകത്ത് നമ്മളത് ലൈറ്റ് തെളിയും. അങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. എന്നിരുന്നാൽ നമുക്കിപ്പോൾ ഇത് എല്ലായിടത്തും പോസിബിൾ ആവണമെന്നില്ല. അതായത് ഈ ഒരു കണക്ടിവിറ്റി കണ്ടുപിടിക്കൽ, ഇപ്പോൾ ഇതുപോലെ കണക്ടിവിറ്റി എവിടെയാണ് ഉള്ളതെന്നുള്ളത് കണ്ടുപിടിക്കൽ എല്ലായിടത്തും ഇത് പോസിബിൾ ആവണമെന്നില്ല. അതായത് ഈ ഒരു ക്രിമ്പ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു 4 വയറേ ഉള്ളൂ, 4 വയർ എങ്ങനെയെങ്കിലും ക്രിമ്പ് ചെയ്താണെങ്കിലും നമുക്കത് കണക്ടിവിറ്റി നോക്കാം. പക്ഷേ ചില സമയത്ത് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് വയറുണ്ടാവും, 20, 25, 50 ഒക്കെ വയറുകളുള്ള സ്ഥലങ്ങളിൽ, അതിൽ കൂടുതൽ എത്തർനെറ്റ് കേബിളുകൾ ഉള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ലാൻഡ് ടെസ്റ്റ് കൊണ്ട് നോക്കുക എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് കണ്ടുപിടിക്കാൻ ഒരുപാട് നേരം നമുക്ക് അവിടെ ഒരു ലാൻഡ് ടെസ്റ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ നേരത്ത് ഒരുപാട് നേരം അവിടെ നമുക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമുക്ക് ഈ ഒരു വയർ ട്രാക്കർ അല്ലെങ്കിൽ ഈ വയർ ട്രേസറിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളൊരു അവസരത്തിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിൽ കിട്ടും. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ആമസോൺ ലിങ്ക്, എൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ അവിടെ നിന്ന് കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അധികം റേറ്റ് ഒന്നുമില്ല. ഈ ഒരു ഇതിൻ്റെ പർപ്പസ് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നടക്കുകയും ചെയ്യും. ഈ ഒരു ലാൻഡ് ടെസ്റ്ററിൻ്റെ പർപ്പസ്, അതായത് ലാൻഡ് ടെസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കണക്ടിവിറ്റി, ആ ഒരു കേബിൾ ട്രേസ് ചെയ്യാൻ മാത്രമല്ല, അതുപോലെ കണക്ടിവിറ്റി ചെക്ക് ചെയ്യാനായി ലാൻഡ് ടെസ്റ്റർ ഉപയോഗിക്കും. എന്നാൽ ഇതിനകത്ത് ഈ ഒരു കേബിൾ ട്രേസിങ്ങും നടക്കും. അതുപോലെ തന്നെ ആ ഒരു ലാൻഡ് ടെസ്റ്റിങ്ങും ഈ ഒരു ഡിവൈസിൽ നമുക്കത് സാധ്യമാണ്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് ലാൻഡ് ടെസ്റ്റിങ്, അതായത് ലാൻഡ് ടെസ്റ്റിങ്ങിന് വേണ്ടി ഉള്ള, അതേപോലെ തന്നെ നമുക്ക് ആ ഒരു എത്തർനെറ്റ് കേബിളിൻ്റെ കണക്ടിവിറ്റിയും ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ അതിനെ വയർ ട്രേസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ ഇതൊരു 2 പീസായിട്ടുള്ളൊരു ഡിവൈസാണ്. അതായത് ഒറ്റ ഡിവൈസാണ്, ഇതിൻ്റെ 2 പോർഷനാണ്. നമുക്കറിയാം ലാൻഡ് ടെസ്റ്റർ പോലെ തന്നെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു പീസിൽ ഇതെങ്ങനെയാണ് ഇത് വരുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഇതുപോലെയാണ് ആ ഒരു പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം, ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഓൺ ഓഫ് സ്വിച്ചുകൾ കാര്യങ്ങളകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഡിവൈസിൽ ഇതാദ്യം ഓൺ ചെയ്യുക. ഇതിൻ്റെ സ്കാൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സ്കാനും ഉണ്ട്, ടെസ്റ്റും ഉണ്ട്. ടെസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ സ്കാൻ എന്നുള്ള ഓപ്ഷനിൽ ഓൺ ചെയ്യുക. സ്കാൻ ഓൺ ചെയ്തതിന് ശേഷം നമ്മുടെ ട്രേസ് ചെയ്യാനുള്ള വയറിൻ്റെ അറ്റത്ത് ഇത് കണക്ട് ചെയ്യുക. ഇത് RJ11 മാത്രമല്ല, RJ45 മാത്രമല്ല, RJ11, അതായത് ടെലിഫോൺ കേബിളും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ ക്രോൺ ടൂളിലൊക്കെ ആയിട്ട്, ക്രോണിലൊക്കെ വയറുകൾ കണ്ടെത്താനായിട്ടൊക്കെ നമുക്ക് ടെലിഫോണിൻ്റെ യൂസിനും ഏറ്റവും ഒതുങ്ങുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വയർ ട്രേസർ അല്ലെങ്കിൽ വയർ ട്രാക്കർ എന്ന് പറയുന്നത്. സോ നമുക്ക് കണ്ടുപിടിക്കുന്ന ആ വയറിൻ്റെ ആ ഒരു അറ്റത്ത് നമുക്കത് ക്ലിപ്പ് ചെയ്യണം. ക്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസ്, അതായത് ഇതിൻ്റെ അറ്റത്തുള്ള ഡിവൈസ്, ഇതാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡിവൈസ്, ഇതിലും ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഓൺ സ്വിച്ച് ഉണ്ട്, അതൊരു ഓൺ ചെയ്യാം. ഓൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ പ്രസ് ചെയ്യാം. ഇവിടെ ഒരു ബട്ടൺ കാണാം നിങ്ങൾക്ക്. ഈ ഒരു ബട്ടണിൽ
പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു കണക്ടിവിറ്റി നോക്കാൻ പറ്റും. അതായത് ഈ ഒരു എൻഡിൽ വരുമ്പോൾ, അതായത് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതാണ് അതിൻ്റെ അടുത്ത എൻഡ് വരുന്നത്. അപ്പോൾ ആ ഒരു എൻഡിൽ നമ്മൾ കണക്ടിവിറ്റി നോക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. എനിക്ക് മൈക്കിനോട് ചേർത്ത് കേൾപ്പിച്ചു തരാം. അല്ലേ, അതിനകത്ത് നമുക്കിങ്ങനൊരു ഒച്ച കേൾക്കാൻ പറ്റും. അത് തന്നെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരു ലൈറ്റും ഇതിൻ്റെ പുറകിൽ ഒരു ചുമന്ന ലൈറ്റ്, അതായത് ഈ കാണുന്ന ഒരു ചുമന്ന ലൈറ്റും ഇവിടെ പ്രസ് ആവുന്നതായിട്ട് കാണാം. അതായത് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ഏത് വയറാണോ, അതായത് ഇപ്പോൾ ഒരു 4 വയറാണ് നമ്മളിവിടെ എടുത്ത് വയ്ക്കണമെങ്കിൽ, ഇത് 4 വയർ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ ആ വയറിൻ്റെ ശരിക്കും ഇത് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ ടച്ച് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും സൗണ്ട് കൂടുതൽ കേൾക്കുന്നത് ആ വയറിലായിരിക്കും. അതായത് ഇതിൻ്റെ സൗണ്ട് ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്നത് നമ്മൾ ഏത് വയറിലാണോ ട്രേസ് ചെയ്യാനായിട്ട് കണക്ട് ചെയ്തിട്ടേക്കുന്നത് ആ വയറിൻ്റെ അടുത്ത് വരുമ്പോൾ ആണ് നമുക്കത് സൗണ്ട് കൂടുതലായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലാൻഡ് ടെസ്റ്റർ ആകുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ നേരത്ത് ഇതിൽ എല്ലാത്തിലും കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാത്തിലും കണക്ട് ചെയ്താലാണ് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ചിലപ്പോൾ ഇത് ക്രംപ് ചെയ്തിട്ടുണ്ടാവില്ല. ചില അവസരങ്ങളിലൊക്കെ ചില പുതിയ ഷോപ്പുകളോ അല്ലെങ്കിൽ പുതിയ കമ്പനികളൊക്കെ തുടങ്ങുമ്പോൾ ജസ്റ്റ് വലിച്ചിട്ടുണ്ടാവുള്ളൂ, ക്രംപ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ലാൻഡ് ടെസ്റ്റർ വെച്ച് കണ്ടുപിടിക്കാനായിട്ട് ഇതെല്ലാം ക്രംപ് ചെയ്ത് എല്ലാം കണക്ടർ അടിച്ചിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു ടെസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് ആ ഒരു പ്ലഗ് കണക്ട് ചെയ്തതിന് ശേഷം ആ വയറിൻ്റെ അടുത്ത് മാത്രം നമ്മൾ ശക്തമായിട്ട് നമ്മൾ വയ്ക്കുമ്പോൾ ആ വോയിസ് ഏറ്റവും ശക്തമായത് കണ്ട ഇതാണ് വയർ. നമുക്ക് കാണാം ചുമന്ന ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ചുമന്ന ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ ഒരു സൗണ്ടും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കത് വളരെ സിമ്പിളായിട്ട് തന്നെ ആ ഒരു വയർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു വയർ ട്രേസറിൽ സാധിക്കും. അപ്പോൾ വയർ ട്രേസറിൽ അപ്പോൾ ഇതാണ് വയർ ട്രേസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വയർ ട്രാക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഗുണം, അപ്പോൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ടെസ്റ്റർ ഉപയോഗിക്കുന്നത്, അതായത് കേബിൾ ടെസ്റ്റർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കണക്ടിവിറ്റി കൂടി ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ കണക്ടിവിറ്റി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് നമുക്ക് ആ ഒരു ഇപ്പം നമ്മൾ സ്കാൻ എന്നുള്ളൊരു ഓപ്ഷനിലാണ് ഇട്ടേക്കുന്നത്. സ്കാൻ മാറ്റിയിട്ട് അടിയിലോട്ട് പ്ലസ് ചെയ്യുമ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനായി. ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഈ കാണുന്നത്. ഇപ്പോൾ ടെസ്റ്റായി. അതായത് നമുക്ക് ഈ ഒരു വയർ ഇതിനകത്താണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വയർ നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ആ ടെസ്റ്റ് ഓപ്ഷനിലാണ് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഏതിനകത്താണോ നമുക്കത് വന്നേക്കണമെന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റിയിട്ട് ആ വയറിലോട്ട് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കാണാം, ഇത് കണ്ടില്ലേ? അതായത് ആ ഒരു വയർ ടെസ്റ്ററിൻ്റെ, അതായത് ആ ഒരു ട്രേസ് ചെയ്യുന്ന ആ ഒരു പോർഷനാണ് കാണുന്നത്. നിങ്ങൾക്ക് നോക്കി കാണാം. അതായത് ആ ടെസ്റ്ററിൻ്റെ ഒരു ഗുണവും ഇതിനകത്തുണ്ട്. അതായത് ടെസ്റ്ററിൻ്റെ ഒരു യൂസും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് നോട്ട് ഓൺലി വയർ ട്രേസർ മാത്രമല്ല, അല്ലെങ്കിൽ വയർ ട്രാക്ക് ചെയ്യാൻ മാത്രമല്ല, ഇതുപോലെ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു പർപ്പസും ഇതിനകത്തുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു 1,800 രൂപയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ കൊടുത്ത് ഇത് മേടിക്കുന്നതിനേക്കും നല്ലത് ഇതുപോലത്തെ ഒരു വയർ ട്രേസർ, അതായത് അതിൻ്റെ അധികം വരെ ആയില്ലേ, അതുപോലത്തെ ഒരു വയർ ട്രേസർ അല്ലെങ്കിൽ വയർ ട്രാക്കർ മേടിക്കണമെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ യൂസാണ്. ഇതുപോലെ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാം, അതായത് ആ ഒരു കണക്ടിവിറ്റിയും ചെക്ക് ചെയ്യാം. അതിന് പുറമെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കാൻ ഇട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വയർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ടും സാധിക്കും. അങ്ങനെ ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ളൊരു ഡിവൈസാണ് ഈ കാണുന്നത്. അപ്പോൾ കണ്ടോ ഒച്ച കേട്ടോ, ആ വയറിൽ നിന്നാണ് ഇത്രയും ഒച്ച വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ളൊരു ഡിവൈസാണ് ഈ പറഞ്ഞ വയർ ട്രാക്കർ അല്ലെങ്കിൽ വയർ ട്രേസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും, ചോദിക്കുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇത്തരം ചെറിയ ചെറിയ വീഡിയോസിനും അറിവുകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.